ഹായ്, വെൽക്കം ബാക്ക്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായാലോ ബാക്കി കലാപരിപാടികൾ. അപ്പോൾ ഇതാ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ഡേയിലെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഇതിൻ്റെ പെയിൻറ്റിങ്ങും പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഈ ലോങ് വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചു, അതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഒരു മിനി വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അതുപോലത്തേക്കൊരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ക്രാഫ്റ്റിൽ ഇവിടെ ഗ്രീൻ കളർ കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഗ്രീൻ കളർ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വേറൊരു ഗ്രീൻ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഇതിലൊരു പെർഫെക്ഷൻ തോന്നിയത്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലത്തേക്കൊരു ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. പിന്നെ ഈ ലോങ് വീഡിയോസ് എങ്ങനെയൊക്കെ എടുക്കണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് ലോങ് വീഡിയോ എന്നൊക്കെ പറയാം കേട്ടോ ഇതിന്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമാവണമെങ്കിൽ ഇതുപോലത്തെ ഇനിയും വീഡിയോസ് ഞാൻ എടുക്കാം കേട്ടോ. അപ്പോൾ അത് ആ ഒരു ക്രാഫ്റ്റ് അവിടെ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വീട്ടിലെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർക്കുമ്പോഴേക്ക് ഈവനിങ് ആയി. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗ്രീൻ ടീ കുടിച്ചു കേട്ടോ. പിന്നെ അതാ ഈ ഒരു ബുക്ക് വാങ്ങി വെച്ചിട്ട് ഒരു 2-3 മാസമായി ഇതുവരെ റീഡ് ചെയ്തിട്ടില്ല എന്നല്ല, കുറച്ച് പേജസ് റീഡ് ചെയ്തു. പക്ഷേ അതെവിടെ വരാമെന്ന് യാതൊരു ഓർമ്മയില്ലേനു. അത് റീഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് നോക്കുമ്പം എവിടെ വരാ റീഡ് ചെയ്തതെന്ന് ഓർമ്മ ആവുന്നില്ല. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒരു ബുക്ക് മാർക്ക് അങ്ങ് ഉണ്ടാക്കാം അല്ലേ. അങ്ങനെ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പോപ്സ്റ്റിക്കിൾ സ്റ്റിക്കും പിന്നെ മിനി ഡ്രില്ലറുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു പോപ്സ്റ്റിക്കിൾ സ്റ്റിക്കിൽ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിനി ഡ്രില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കുറേ ടൈപ്സ് ഓഫ് നീഡിൽസ് ഉണ്ട് കേട്ടോ. വളരെ ചെറിയ ഹോളാണ് ഇതിൽ വരിക. പക്ഷേ അത് നമുക്ക് ഹോൾ ഇട്ടതിന് ശേഷം പിന്നെ അത് വലുതാക്കി എടുക്കുന്ന വേറെ ടൂൾസ് വേറെ ഉണ്ട്. പിന്നെ കട്ടിങ് ടൂള് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഹോൾ ഇട്ടതിന് ശേഷം ആ ഒരു നീഡിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചും കൂടി വലുതിട്ടിട്ട് ഹോളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, മീൻസ് അതൊന്ന് വലുതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു നീഡിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ഹോളൊന്ന് വലുതാക്കിയിട്ട് എടുക്കണം. ഈ ഒരു മിനി ഡ്രില്ലർ ഞാൻ ഇവിടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതിനെ. ഇത് നമ്മളെ ഈ പവർ ബാങ്ക് അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതാ ആ ഒരു ഹോള് ഞാൻ വലുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു സൈസിലാക്കി എടുത്തിട്ടുണ്ട് ഹോള്. ഇനി ഈ ഒരു പോപ്സ്റ്റിക്കിൾ സ്റ്റിക്കിന് വൈറ്റ് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ ചെയ്ത് കൊടുത്തതിന് ശേഷം ദാ ഈ ഒരു ടാറ്റു സ്റ്റിക്കേഴ്സ്, അതായത് പണ്ട് നമ്മളെ ബൂമറൊക്കെ വാങ്ങുമ്പം അതിൻ്റെ കൂടെ കിട്ടി കയ്യിലൊക്കെ ഒട്ടിച്ച് കളിക്കുന്ന ഒരു സാധനം, അതാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്കർ കണ്ടാൽ എനിക്ക് ഓർമ്മാവുക. അപ്പോൾ ഇതുപോലെ മുകളിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് മാറ്റിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം അപ്ലൈ ചെയ്തിട്ട് പറിച്ചെടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ടാറ്റു സ്റ്റിക്കർ എന്നൊക്കെയാണ് തോന്നുന്നു ഇതിന് പറയാം. അപ്പം അതിൽ എൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ചെറിയ ഫ്ലവേഴ്സ് നോക്കിയിട്ട് ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പോഞ്ചിൽ വെള്ളമാക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലോണം ആക്കിയാൽ ഇതാ ഇതുപോലെ സ്മൂത്തായിട്ട് തന്നെ അത് പീൽ ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ള ഒരു പിക്ചേഴ്സ് പോലെയാണ് തോന്നുന്നത് അല്ലേ. പിന്നെ അതാ ഈ ഒരു സിൽവർ കളറിലുള്ള ചെയിൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കീയും, ഇത് പണ്ട് എൻ്റെ ഒരു അബായയിലുണ്ടായിരുന്ന കീ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അന്നേ എടുത്ത് വെച്ചതായിരുന്നേ. അതുപോലത്തെ ഒന്നും കൂടെ ഉണ്ട്. അപ്പം അത് എടുക്കുന്നുണ്ട്. പിന്നെ അതാ ഈ ഒരു ഐലിറ്റ് എന്നാന്ന് തോന്നുന്നു ഇതിന് പറയാം. അപ്പം ഇത് ഞാൻ അൺബോക്സിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അപ്പോൾ ആ ഒരു സാധനം ആ ഒരു ഹോളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഹോള് ഇട്ടത് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ ഇതാ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ചെയിനും കീയും കൂടെ ഒന്ന് കോർത്തെടുത്തിട്ട് ആ ഒരു ഹോളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ആ ഒരു ചെയിനും ആ ഒരു കീയും ഒരു വിൻറ്റേജ് ലുക്കായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് മാർക്ക് ഒരു എസ്തറ്റിക് ടച്ചിലോട്ട് വന്നു ആ ഒരു കീയും ചെയിനും ആഡ് ചെയ്തപ്പം. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബുക്ക് മാർക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ട് ആ ബുക്കിലോട്ട് അങ്ങ് വെക്കാം കേട്ടോ. ബുക്ക് മാർക്കൊക്കെ ആക്കി കഴിയുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ റീഡ് ചെയ്യാനുള്ള ആ ഒരു മൂഡ് അങ്ങ് പോയി. പിന്നെ ഇപ്പം ആ ഒരു ബുക്ക് മാർക്ക് അതിൽ വെച്ചിട്ട് ബുക്ക് അവിടെ പൂട്ടി വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു ക്രാഫ്റ്റിൽ ഒരു ബോ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.